പ്രൈസ് ദി ലോർഡ്. നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒരു നല്ല ദൈവം, കണ്ണിൻമണി പോലെ കാത്തു സൂക്ഷിച്ച് നമ്മളെ ദിനം പ്രതി നന്നായി നടത്തുന്ന ഒരു ദൈവം, ഒരു കേടും പോലും വരുത്താതെ ഒരു ദോഷവും ചെയ്യാത്ത ഒരു നല്ല ദൈവം. ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അതരങ്ങൾ ഉയർത്തി സ്തുതിക്കുവാൻ കഴിയും? യേശുപ്പച്ചൻ്റെ മുഖത്ത് നോക്കി നിന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, അങ്ങേക്ക് നന്ദി. അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എൻ്റെ ദൈവം എന്നെ കൺമണി പോലെ സൂക്ഷിച്ചതിനായിട്ട്, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ, വേട്ടക്കാരൻ്റെ കടിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നതിനായിട്ട് നന്ദിയോടെ അതരങ്ങൾ ഉയർത്തി കരങ്ങൾ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങേക്ക് മഹത്വം കർത്താവേ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ഗ്ലോറി ഇറങ്ങുന്നതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. നല്ലൊരു സ്തോത്രം സമയം ഞങ്ങൾക്ക് തന്നല്ലോ, ആരാധിക്കുവാനുള്ള സമയം ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. അനേകർക്കില്ലാത്ത ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എത്ര പേർക്ക് പാടാതിരിക്കുവാനും, എത്ര പേർക്ക് കൈയടിക്കാതിരിക്കുവാനും, എത്ര പേർക്ക് കരയാതിരിക്കുവാനൊക്കെ കഴിയുന്നുണ്ട്. കാരണം അവൻ ചെയ്ത നന്മകൾ അത്ര വലുതാണ്. പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന നമ്മൾ ഓരോരുത്തരെയും സ്വന്തം ജീവൻ നൽകി ഹല്ലേലൂയ പാറമേൽ നിർത്തി മക്കളാക്കി തീർത്ത അവൻ്റെ കൃപയെ ഓർത്ത്, അവൻ്റെ സ്നേഹത്തെ ഓർത്ത് കരം തട്ടി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ അതരങ്ങൾ ഉയർത്തി കരങ്ങൾ തട്ടി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. അവൻ ചെയ്ത നന്മ, അവൻ സ്നേഹിച്ച സ്നേഹം. ഓ ഹല്ലേലൂയ. കരങ്ങൾ തട്ടി ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു. നന്ദിയുള്ളവരൊക്കെ ഇന്ന് പാടിയാട്ടെ. ദൈവം കേൾക്കട്ടെ. നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. കരങ്ങൾ തട്ടി നന്ദിയോടെ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ഒരിക്കൽ കൂടെ ഒന്ന് പാടിയട്ടെ. ഓ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. യേശുവേ അതേപ്പാ. ഓ പാപിയമെന്നെ തേടുവതേശു കാൽവരിയിൽ തന്നെ. പാപിയമെന്നെ തേടുവതേശു കാൽവരിയിൽ തന്നെ. പിന്നെയോ ജീവൻ നൽകി
നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ആമേൻ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ. ഒരിക്കൽ കൊടുന്ന് പാടിയാട്ട. പാപിയാം എന്നെ തേടുവതേശു കാൽവരിയിൽ തന്നെ. ഓർത്ത് പാടിയേ. പാപിയാം എന്നെ തേടുവതേശു കാൽവരിയിൽ തന്നെ. ജീവൻ ഓർക്കുമ്പോൾ കണ്ണുകൾ. ഓ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ. ദൈവം ചെയ്ത എല്ലാ കരങ്ങളും തട്ടി നന്ദിയോടെ ഹല്ലേലൂയ. നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. യേശുവേ നാളിതു പോരാ, നാവിതു പോരാ, ആയുസ്സും ഇത് പോരാ. കാരിരുമ്പാണി തറയ്ക്കപ്പെട്ടത് എൻ പേർക്കാണല്ലോ. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ആമേ. ക്രൂശിലെ സ്നേഹം തോർത്ത് പാടിയാട്ടെ. ഒരിക്കൽ കൂടെ. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടത് എൻ പേർക്കാണല്ലോ. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. അപ്പാ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ ദൈവം ചെയ്ത നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. അപ്പാ നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത്. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. മുൾമുടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനം അതും ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനം അതും ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയും. ഒരിക്കൽ കൂടെ പാടിയാട്ടെ. ഓ മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് പാടിയാട്ടെ എന്റെ പേർക്ക്. ഓ ഹല്ലേലൂയ. ഓരോ ദിനം അതും ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. അപ്പാ ഓരോ ദിനം അതും ഓർക്കുമ്പോൾ അവയെ കണ്ണുകൾ നിറഞ്ഞ് നന്ദിയോടെ. ദൈവം ചെയ്ത നന്ദി അപ്പാ. യേശുവേ നന്ദി കർത്താവേ. നാവിതു പോരാ, നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. അപ്പാ നാളിതു പോരാ, നാവിതു പോരാ, ആയുസ്സും ഇത്. പാപിയവനെ തേടുവതേശു കാൽവരിയിൽ തന്നെ. പാപിയവനെ തേടുവതേശു. ഒരിക്കൽ കൂടെ. പാപിയവനെ തേടുവതേശു. ഓ ശവരാന്തരേ. പാപിയവനെ തേടുവതേശു കാൽവരിയിൽ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ആമേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ പാടാൻ കഴിയുമോ? ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം. ഓ ക്രിസ്ത്യ ജീവിതം പോൽ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാ. ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാ. ജീവിതം പാരിൽ. പാടിയാട്ടെ. ക്രിസ്തീയ ജീവിതം പോൽ. ശബ്ദമുയർത്തി അത് ഭാഗ്യമെന്ന് എണ്ണുന്നവർ മാത്രം അതൊന്ന് പാടിയാട്ടെ. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തു. കൂട്ടുകാരിൽ പരമമായി എന്നെ പോറ്റുന്ന. കൂട്ടുകാരിൽ പരമായി എന്നെ പോറ്റുന്ന. നല്ല പെറ്റമ്മയിലൻ വേറുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിലൻ വേറുന്ന. ആണല്ലോ. അങ്ങനെയെങ്കിൽ ഓ കൂട്ടുകാരിൽ. കൂട്ടുകാരിൽ മറ്റെല്ലാരെക്കാളും ശ്രേഷ്ഠമായി നല്ല പെറ്റമ്മയിലൻ വേറുന്ന. നല്ല പെറ്റമ്മയിൽ. അങ്ങനെയെങ്കിൽ ഉറപ്പോടെ പാടിയാട്ടെ. ക്രിസ്ത്യ ജീവിതം പോൽ. ജീവിതം പോൽ
ഭാഗ്യം പാരിലെന്തുള്ളു. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു. വാഗ്ദത്തങ്ങൾ കേട്ടവരൊക്കെ ഒന്ന് പാടിയാട്ടെ. മാറാത്ത വാഗ്ദത്തം. ഇവർക്ക് ആരാധനയിൽ ആ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ഓ ഹല്ലേലൂയ. രമേശരേ, ആശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ. പരിഹാസം ചൊല്ലി, ഓ പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ആമേൻ, സ്തോത്രം പാടി ആശ്വസിപ്പാൻ. ഒരിക്കൽ കൂടെ പരിഹാസം. നിങ്ങൾക്ക് ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന സകല ശത്രുവിന്റെ തന്ത്രങ്ങൾ അഴിയട്ടെ. പരിഹാസം ചൊല്ലുന്ന ശത്രുക്കൾ അഴിയട്ടെ. സ്തോത്രം പാടി ആശ്വസിക്കുവാൻ തൽക്കാലം ശക്തി പകരട്ടെ. വലിയ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇരട്ടി പങ്കിത് പകൽക്കാലം ഇതിന്റെ മേൽ വീഴട്ടെ. ആമേൻ. ക്രിസ്ത്യ ജീവിതമോ, ഓ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തും. ക്രിസ്ത്യ ജീവിതം പോലെയുള്ളൊരു, ഓ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാ. ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാ. ഓ പാരിലെന്ത്. കൂട്ടുകാരിൽ പരമായിട്ട്, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ. അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ. ഹല്ലേലൂയ. എല്ലാരെ കാട്ടിൽ ഇതിനെ മാനിച്ചുയർത്തി നടത്തുന്ന നല്ല പെറ്റമ്മയിൽ അന്നേരുന്ന യേശു പോരായോ. നല്ല ഹല്ലേലൂയ. വലിയ സ്നേഹിതന്റെ നടുവിൽ വ്യാപിക്കട്ടെ. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ആമേൻ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല. ക്രിസ്ത്യ ജീവിതം പോൽ, ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ആമേൻ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ഓ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം. ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം. കരങ്ങൾ തട്ടി നന്ദിയോടെ ആമേളം ശനദേരേ, ഓ ശമനം ദരദേ, ചൂടമനം ശനദരേ. ഓ നന്ദി കർത്താവേ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ ഓ താങ്ങി നടത്തിയത്, ഓ കണ്ണുകൾ നിറയുന്നേ താങ്ങി നടത്തിയതോർക്കുമ്പോൾ ശക്തിയോടെ കരങ്ങൾ തട്ടി. അല്പസമയം അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചാട്ടെ. ആത്മനിറവിലൊന്ന് പാടി ആരാധിച്ചാട്ടെ. ദൈവം ചെയ്ത നന്മകൾ കൂട്ടുകാരിൽ പരമമായിട്ട് മാനിച്ചു. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ തട്ടി. ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ ഇതിന്റെ നടുവിൽ നടക്കട്ടെ. വാഗ്ദത്തങ്ങളൊക്കെ ഓരോന്നായിട്ട് ഓപ്പൺ ആവട്ടെ. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. മാറാത്ത വാഗ്ദത്തം ഏക സത്യ ദൈവത്തിൽ നിന്ന് കേട്ട മാറാത്ത വാഗ്ദത്തങ്ങളൊക്കെ ഇന്ന് പകൽക്കാലം സത്യമായി മാറട്ടെ. ഇന്ന് പകൽക്കാലം എന്റെ നാവിന്റെ കെട്ടിനെ അഴിക്കണം. അവൻ ദൈവ സാന്നിധ്യം എനിക്ക് കൂടുതൽ അറിയണം. എന്റെ കർത്താവിനെ എനിക്ക് ഒത്തിരി സ്തുതിക്കണം. കാരണം ആ ക്രൂശിൽ എനിക്ക് വേണ്ടി നൽകിയ ജീവനെ ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അന്ന് ആഗ്രഹത്തോടെ ഇന്ന് എന്നെ ഒന്ന് സ്പർശിക്കണമേ, എന്നെ ഇന്നൊന്ന് തൊടണമേ, അങ്ങയുടെ വലിയ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഒരു ആഗ്രഹത്തോടെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇത് സംഭവിക്കുമത്. നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കോ. ഏത്
ഭൗതികമായാലും ആത്മീകമായാലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്ന വിടുതൽ ആരാധനയിൽ സംഭവിക്കും. ചങ്ങലകൾ അഴിയും, ബന്ധനങ്ങൾ അഴിയും, ആമേൻ, വഴികൾ തുറക്കും, മരണഭീതികൾ മാറും. അത് ആരാധനയിൽ സംഭവിക്കുന്നു. ഞങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്ന കർത്താവേ, ആമേൻ, അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോൾ ബന്ധനം അഴിഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങിയത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, യഹോവ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുമെന്ന്. ആമേൻ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആരാധിച്ചപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന മഹത്വം, ഇവിടെ ഇരിക്കുന്ന സാന്നിധ്യം ശത്രുക്കളെയൊക്കെ തകർക്കുന്ന, പൈശാചിക ബന്ധനത്തെ തകർക്കുന്ന, ഇരട്ടിന്റെ ആത്മാവിനെ തകർക്കുന്ന, രോഗങ്ങളെ മാറ്റുന്ന, നിരാശകളെ മാറ്റുന്ന, ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന മതിലുകളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം തന്നെ. വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ആരാധനയിൽ തുടക്കത്തിൽ തന്നെ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, മാറാത്ത വാഗ്ദത്തങ്ങളൊക്കെ ഓപ്പൺ ആവട്ടെ. നീ ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പേ ഹല്ലേലൂയ വിശ്വാസത്തോടെ പോയട്ടെ. നീ കേട്ടതൊക്കെ ഇന്ന് സംഭവിക്കുന്നു, നീ ആഗ്രഹിച്ചതൊക്കെ ഇന്ന് പകൽക്കാലം നടക്കുന്നു. ദൈവ സാന്നിധ്യം അറിയുന്ന പകൽക്കാലം, അനുഭവിക്കുന്ന പകൽക്കാലം. ആമേൻ, ആമേൻ, ആമേൻ. അത് അനുഭവിക്കുന്നവർ, ശരീരത്തിൽ അനുഭവിക്കുന്നവർ, നാവിൽ അനുഭവിക്കുന്നവർ, കരത്തിൽ അനുഭവിക്കുന്നവർ ഒക്കെ ഒന്ന് പ്രതികരിച്ചാട്ടെ. ഇതുപോലൊരു ഭാഗ്യം, ക്രിസ്തീയ ജീവിതം പോലൊരു ഭാഗ്യം, യേശുവിനെ അനുഭവിക്കുവാൻ കിട്ടിയ ഭാഗ്യം, അവന്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ കിട്ടിയ ഭാഗ്യം. ഹല്ലേലൂയ. കാൽവറിയിൽ ഒഴുകിയ രക്തം ഓർക്കുമ്പോൾ യേശുവേ, കരം തട്ടി നന്ദിയോടെ അതരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് കരങ്ങൾ തട്ടി നന്ദിയോടെ സ്തുതിച്ചേട്ടെ. ഹല്ലേലൂയ. വലിയ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. സാന്നിധ്യത്തെ വിശ്വസിക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തട്ടി വിട്ടുകൊടുത്ത്, നാവിനെ വിട്ടുകൊടുത്ത്, ഹല്ലേലൂയ, ഒരു പുതിയ ശക്തിയോടെ പകൽക്കാലം പോകുന്ന പകൽക്കാലമാണ്. നിറവോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു. അപ്പൊ നമുക്ക് ആരാധിക്കുവാൻ കാരണമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കൈകൊട്ടി പാടാൻ ഏറെ കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. കാരണം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവം, ബഹുമാനത്തിന് യോഗ്യനായ ദൈവം, അവൻ സത്യ ദൈവമാണ്. അവൻ മാത്രം ഏകമായ സത്യ ദൈവമാണ്. ആ ദൈവത്തെ കരം തട്ടിയൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചാടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. കരങ്ങൾ തട്ടിക്കൊണ്ട് തന്നെ ചാടി ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. അല്പസമയം കൂടെ കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 തൊട്ട് 37 വരെ വായിക്കുമ്പോൾ അവിടെ വിക്കനായ ഒരു ചെകിടനെ നമ്മൾക്ക് കാണാം. അവൻ സംസാരിക്കത്തില്ല, വിക്കാണ്. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റാത്ത നാളുകളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ യേശുവിനെ ഞാൻ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ, എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഒന്നറിയാം, എൻ്റെ കൂടെ ദൂതന്മാരുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. കുഞ്ഞെ, സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞതൊക്കെ സംഭവിക്കുമെങ്കിൽ ഒന്ന് ഓർത്തോ, നിന്റെ കൂടെ ദൈവമാണുള്ളത്. ഹല്ലേലൂയ. വിക്കനായ ചെകിടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സംസാരിക്കുവാൻ അധികം കഴിയത്തില്ല, ചെവിയും കേൾക്കത്തില്ല. പക്ഷെ കൂടെ വന്നവർക്കും അവനും ഒന്നറിയാം, യേശു തൊട്ടാൽ സൗഖ്യമാണെന്ന്, യേശു കരത്തിൽ തൊട്ടാൽ സൗഖ്യമാണെന്ന്. അവൻ കണ്ടിട്ടുണ്ട്. യേശു നോക്കുമ്പോൾ സൗഖ്യം, യേശുവിൻ്റെ വസ്ത്രത്തിൽ സൗഖ്യം, യേശുവിൻ്റെ രക്തത്തിൽ സൗഖ്യം, യേശു എന്ന് പറയുന്ന സകലയിടത്തും സൗഖ്യമെന്ന് അവനറിയാം.
നമ്മളിൽ പലർക്കും അങ്ങനല്ലേ, യേശു എന്ന് കേട്ടാൽ സൗഖ്യമുണ്ടെന്ന്. ഇന്ന് പൽക്കാലം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കർത്താവേ എന്നെ തൊട്ടൊന്ന് സൗഖ്യമാക്കണമെന്ന്. ഞാൻ പറയുന്നു, ഇന്ന് അങ്ങനെയല്ല ദൈവം നിനക്ക് സൗഖ്യം തരാൻ പോകുന്നത്. നീ സ്പെഷ്യൽ ആയതുകൊണ്ട് മറ്റൊരു തലത്തിൽ ദൈവം നിന്നെ, ഹല്ലേലൂയ. യേശു ആ പുരുഷാരത്തിന്റെ നടുവിൽ നിന്നും അവനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. നോക്കണം, ഇപ്പോൾ അവനും യേശുവും മാത്രം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്. നിങ്ങൾ വായിക്കണം അത് കേട്ടോ, മർക്കോസ് 7:31-37. മറ്റൊരു സംഭവമുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. അവനെ മറ്റൊരു സ്ഥലത്തേക്ക് യേശുവും അവനെ കൊണ്ടുപോയി. നോക്കണം, അവനിപ്പോൾ ഒറ്റയ്ക്കാണ്. അവൻ്റെ കൂടെയുള്ള അപ്പനോ അമ്മയോ കൂട്ടുകാരോ കൊണ്ടുവന്ന ആരുമില്ല, അവൻ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടലിന് കാരണം യേശുവാണ്. കാരണം നിനക്ക് വേണ്ടി തരുന്ന സൗഖ്യം അത് നിനക്ക് മാത്രമുള്ളതാണ്. എത്രയോ നാളുകൾ കൊണ്ട് നീ പറയണം, കർത്താവേ ഞാൻ കാണുന്നുണ്ട് പലരുടെയും സൗഖ്യം, ഞാൻ കാണുന്നുണ്ട് പലരുടെയും ആരാധന, അത് എങ്ങനെ സംഭവിക്കുന്നു? ഇന്ന് നിന്റെ ദിവസമാ. ഇന്ന് നിനക്ക് വേണ്ടി ദൈവം, അതാ നിന്നെ ഒറ്റപ്പെടുത്തിയത്. ഹല്ലേലൂയ. ദൈവം ചെയ്ത സൗഖ്യം അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിൽ തൊട്ടു. അപ്പോൾ യേശുവിൻ്റെ നാവിലും യേശുവിൻ്റെ തുപ്പലിലും സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ തുപ്പലിൽ സൗഖ്യമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിലുള്ളത് എൻ്റെ ശരീരത്തിൽ വന്നാൽ ഞാനൊരു അഭിഷക്തനായി മാറും. അവൻ്റെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ്റെ ചെവിയിൽ വിരലിട്ടു, അവൻ്റെ നാവിൽ തുപ്പി തൊട്ടു, ഉടനെ അവൻ്റെ ചെവി തുറന്നു. ഇന്ന് പകൽക്കാലം ഉടനെ ചിലതൊക്കെ തുറക്കുന്ന, ഈ ആരാധനയിൽ ചിലതൊക്കെ തുറക്കുന്ന, ഉടനെ അത് സംഭവിക്കും. ഉടനെ അത് സംഭവിക്കും. അത് ആരാധനയിൽ സംഭവിക്കും. നീ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? ഇപ്പോൾ നീ വേദനിക്കുന്ന അവസ്ഥയിലാണോ? നീ കരയുന്ന വ്യക്തിയാണോ? നീ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഒന്ന് ഓർക്കുക, നിന്റെ കൂടെ യേശുവുണ്ട്. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നിന്നെ തൊടുന്ന, നിന്നെ മാത്രം സമാധാനിപ്പിക്കുന്ന, നിന്നെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന, നിന്നെ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഭാരപ്പെടുണ്ടോ? നോ നോ, നിന്റെ കൂടെ യേശുവുണ്ട്. കാരണം നീ ഒരു സ്പെഷ്യലാണ്. കൂട്ടുകാരിൽ ഭാരമായിട്ട് എന്നെ പാടിയട്ടെ, നല്ല പെറ്റമ്മയിൽ യേശു പോരായോ ക്രിസ്ത്യ ജീവിതം പോൽ. എനിക്ക് അടുത്ത വാക്കാ ഇഷ്ടം. നാവിൻ്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നമ്മളിന്ന് ശരിയായി ആരാധിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ആരാധിച്ച പോലെ അല്ല, ഒന്ന് ശരിയായി ദൈവത്തോട് സംസാരിക്കാൻ പോവുകയാണ്. മറ്റുള്ളവരെ നോക്കാതെ. ഇപ്പം അവൻ്റെ കൂടെ ആരുമില്ല. അവൻ ശരിയായി സംസാരിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? യേശുവിനോട്. നമുക്കൽക്കാലം നമ്മുടെ യേശുവിൻ്റെ മുഖത്തേക്ക് ശരിയായി ഒന്ന് സംസാരിക്കുവാൻ, ശരിയായി ഒന്ന് സ്തുതിക്കുവാൻ, കരം തട്ടി ശരിയായി നീ ഒന്ന് സ്തുതിക്കുമ്പോൾ നിന്റെ ചില ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു വീഴുവാനും ചിലതൊക്കെ തുറക്കുവാനും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു പറഞ്ഞു, നീ ഇനി മറ്റാരോട് പറയരുതെന്ന്. പക്ഷെ അവനെ എത്ര പറഞ്ഞോ അത്രയും കർത്താവിനെ ഉയർത്തി. ഞാൻ പറയുന്നു, കുഞ്ഞെ, നിനക്ക് ഇന്ന് ലഭിച്ച സൗഖ്യം, നിനക്ക് ലഭിക്കുന്ന വിടുതൽ, നിനക്ക് ലഭിക്കുന്ന അഭിഷേകം ഇന്ന് ലോകത്തിന്റെ വലിയ സാക്ഷ്യമായി മാറാൻ പോകുന്നു. ഇതിന് പുറത്ത് പോകുമ്പോൾ നീ ഒരു അഭിഷക്തനായി മാറാൻ പോകുന്നു, ഒരു അഭിഷേകമുള്ളവനായി മാറാൻ പോകുന്നു. ഇത് മക്കളെ ഞാൻ പറയുന്നു, നിന്റെ നാവിന്റെ ബന്ധനത്തെ അഴിക്കുന്ന ശുശ്രൂഷ ഇന്ന് വെളിപ്പെടും. അത് ആരാധനയിൽ വെളിപ്പെടും. നിന്റെ കരമടിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഇന്ന് മാറും. അത് ആരാധനയിൽ വെളിപ്പെടും. ശാരീരിക അസ്വസ്ഥതകൾ മാറും, ക്യാൻസറുകൾ മാറും, രോഗസൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം നടക്കും. അങ്ങനെയെങ്കിൽ പറഞ്ഞാട്ടെ, കർത്താവേ ഇത് സംഭവിക്കുന്നു, സംഭവിക്കുന്നു, സംഭവിക്കുന്നു. കരം തട്ടി ഹല്ലേലൂയ. ശക്തിയോടെ കരം തട്ടി, ശക്തിയോടെ കരം തട്ടി ആരാധിക്കുവാൻ നമുക്ക് കാരണമുണ്ടല്ലേ? കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ടല്ലേ? കാരണം നീ മാത്രം യോഗ്യൻ, നീ മാത്രം ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശംധാമനമം ശരമംതേ. ഇത് ശരിയായിട്ടൊന്ന് കൈതട്ടിയേ, ശക്തിയോടൊന്ന് കൈതട്ടിയേ. വാ തുറക്കാൻ കഴിയുന്നവർ ശരിയായിട്ടൊന്ന് വാ തുറന്ന് സംസാരിച്ചേ. ശരീരത്തിന്റെ ഭാരവും വേദനയ്ക്കുള്ളവരൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ മറന്നിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. അത്ഭുതം നടക്കാൻ പോവുക. ആരാധനയിൽ അത്ഭുതം, അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും. ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഒന്ന് തുള്ളിച്ചാടാൻ കഴിയുന്നത്. ഓ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കും. അതുകൊണ്ട് ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്.
കൈകൊട്ടി പാടാനേറെ കാരണമുള്ളവർ മാത്രം ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണം. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ഉറ്റോരുമുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരുമുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസി. നീ മാത്രമാണെന്നെ. ഓ സന്തോഷത്തോടെ ഞാൻ ഹല്ലേലൂയ നീ മാത്രമാണെന്നെ. ഓ സന്തോഷത്തോടെ അതുകൊണ്ട് എല്ലാ ആദരങ്ങളും ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച്. കാലുകളേറെ കൂടെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്നു വിധി. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. നിന്നെ കാൽ വഴുതുവാനിട വന്നില്ല, അതെ എന്നെ മാറ്റി എഴുതി. നിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല. ദയതോന്നി എന്റെ ദൈവം ചൊരിഞ്ഞതല്ലേ, ആയുഷെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഓ ദയതോന്നി എന്റെ മേൽ, ഓ ആയുഷെല്ലാം. ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ഹല്ലേലൂയ 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 ഓ ജീവിക്കുന്നു. അതുകൊണ്ട് നിന്നതല്ല നാം, ഓ ദൈവം നമ്മെ നിർത്തിയതാ. ഓ നേടിയതല്ല ദൈവമല്ല, അങ്ങനെയല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഓ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു ഇത്രത്തോളം ജയം തന്ന. ജയത്തോടെ പാടിയ വരികൾ ഇതുവരെ കരുതിയ ദൈവത്തിന്, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ഓ ഇനിയും കൃപ തോന്നി ഇനിയും നടത്തണേ. തിരുകി സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഓ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന
ഹല്ലേലൂയ. ജയത്തോടെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ആമേൻ ഈ കൂടാരത്തിൽ ഉയരുന്നതിനായിട്ട് ജയത്തിന്റെ ഘോഷം. നിരാശയുടെ മാറട്ടെ. ഇനിയും കൃപ തോന്നി ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി ഇനിയും നടത്തണേ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഓ ആമേ പ്രവൃത്തിയിൽ വലിയവൻ എന്റെ യേശുനാഥൻ. ഓ ഉയർത്തിടുവാൻ പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ. കൃപ നൽകും ജയഘോഷം. ഓ ശമനം തരലേ നിഗമനം ദമനം ശമനം ദേ ചുടിവാലമനം ദേ നിഗമനം ധരമം ശലമം ദേ നിഗനാദരേ രേ ശംധരമം ദുരമം ശലകം ദേ വിവാലമദേ രേ ശംധരമാലമനം ധരമം ദേ. ശരിയായ ആരാധിച്ചാട്ടെ. ചില ബന്ധനങ്ങൾ അടിയട്ടെ. നാവിന്റെ ബന്ധനം പൊട്ടട്ടെ. ഹല്ലേലൂയ. ശരിയായി ആരാധിക്കുവാൻ ഓ ശാനാദരേ റിബാ ശാനാദരേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ഓ ശാനാദരേ ഹല്ലേലൂയ. ഓ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 ആത്മാവിലൊന്ന് പാടിയാട്ടെ. പരിഭാഷയിൽ ആരാധനയിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. യഹോവ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ അങ്ങനെയെങ്കിൽ ദൈവം വീരനെ പോലെ വെളിപ്പെട്ടു. അവൻ യോദ്ധാവിനെ പോലെ അവന്റെ തീഷ്ണതയെ ജ്വലിപ്പിക്കുന്നു. ചില ജീവിതങ്ങളിൽ അത് സംഭവിക്കുന്നു. ഇതുവരെ ആരാധനയിൽ അനുഭവിക്കാത്ത ഒരു പുതിയ ശക്തി, ഒരു പുതിയ വിടുതൽ, ഹൃദയഭാരങ്ങൾ അതൊക്കെ മാറുന്നു. നീ ഇതുവരെ അനുഭവിക്കാത്ത ചില വലിയ നന്മകൾ, വലിയ സൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം ആരാധനയിൽ തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്നു. നിന്റെ ഒറ്റപ്പെടലിന്റെ കാരണം യേശുവാണ്. ആ ഉറപ്പോടൊന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. നിന്റെ ഒറ്റപ്പെടലിന്റെ കാരണം യേശുവാണ്. ആരൊക്കെ കൈവിട്ടാലും കൂടെയുള്ള ഒരു ദൈവമുണ്ട്. അവൻ സർവശക്തനാണ്. അവൻ സൗഖ്യദായകനാണ്. അന്യഭാഷ കൊതിക്കുന്നവർ വിട്ടുകൊടുത്താട്ടെ. ശരിയായൊന്ന് വിട്ടുകൊടുത്ത് നാവിന്റെ ബന്ധനത്തെ അഴിയട്ടെ. പുതിയ ഭാഷകൾ നിന്റെ നാവിൽ ദൈവം തരുന്നു. ഓ റിസീവ്. പുതിയ ശക്തി, ആരാധനയുടെ പുതിയ തുടക്കം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അമ്മ ഉടനെ ചിലത് സംഭവിക്കുന്നു. ചില വഴികൾ തുറക്കുന്നു. യേശു തൊടുന്നു. അച്ഛത്തുള്ളവരെല്ലാരും ആരാധിച്ചാട്ടെ. ഈ ഹോള് മുഴുവനും ആരാധിച്ചാട്ടെ. ദൂതന്മാരി ഈ മീറ്റിംഗ് ഏറ്റെടുത്തിരിക്കാൻ ദൂതന്മാരുടെ നടുവിൽ ഉലാത്തുന്നതിനായി എല്ലാവരും ആരാധിച്ചാട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴട്ടെ. വിട്ടുകൊടുത്ത നാവിനെ വിട്ടുകൊടുത്ത് ഇന്നൊരു സാക്ഷ്യമാവണം നിനക്ക്. കർത്താവേ, എനിക്ക് അഭിഷേകം കിട്ടിയല്ലോ. അങ്ങയുടെ വലിയ ശക്തി എന്റെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞല്ലോ. അങ്ങയുടെ ശക്തി തിരിച്ചറിഞ്ഞല്ലോ. എന്റെ കൈക്ക് അത് തിരിച്ചറിഞ്ഞല്ലോ. എന്റെ ശരീരത്തിൽ തിരിച്ചറിഞ്ഞല്ലോ.
എൻ്റെ തലയുടെ ഭാരം മാറിയല്ലോ, എൻ്റെ ഹൃദയത്തിലെ നിരാശ മാറിയല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചിന്ത മാറിയല്ലോ, എൻ്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത മാറിയല്ലോ. അതിന്ന് പറയണം, അതിന്ന് പറയണം. ആ സാക്ഷ്യം ഇന്ന് ഉയരണം. ആരാധന മഹത്വം ദൈവത്തിന് കൊടുത്താട്ടെ, ദൈവത്തിന് കൊടുത്താട്ടെ, ദൈവത്തിന് കൊടുത്താട്ടെ. ആ ബാലൻ ശരിയായി സംസാരിച്ചെങ്കിൽ നീ ഒന്ന് ശരിയായി ദൈവത്തിനൊന്ന് കൊടുത്തേ. നീ ഒരു അത്ഭുത സാക്ഷിയായി മാറുന്നു, നീ ദൈവത്തിന്റെ സ്പെഷ്യലായി മാറുന്നു. ആർക്കും കൊടുക്കാത്ത ചില അത്ഭുത വിടുതലുകൾ, ചില നന്മകൾ, ചില സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നിന്റെ ലൈഫിൽ ഈ വർഷം നടക്കാൻ പോകുന്നതിനായി ചില അബണ്ടൻസ് വെളിപ്പെടുന്നു. ശൂന്യതകൾ മാറട്ടെ, ആരാധനയുടെ ശൂന്യതകൾ മാറട്ടെ. ശരിയായി കരം തട്ടി, കരം തട്ടി. അല്പസമയം കരങ്ങൾ തട്ടി അന്യഭാഷയിൽ സ്തുതിച്ചാട്ടെ. വിട്ടുകൊടുത്ത് ഒരു പുതിയ ശക്തി ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ. അത് തിരിച്ചറിയുന്നവർ പ്രതികരിക്കുക. നന്നായിട്ട് നന്നായിട്ട് ഒരു വലിയ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപിക്കുന്നു. ഹല്ലേലൂയ. അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, ചില പ്രയാസങ്ങൾ മാറുന്ന, ചില ആത്മഹത്യയുടെ പേടികൾ മാറുന്ന, സ്വയം മരിക്കുവാൻ ഇരിക്കുന്ന ചിന്തകളൊക്കെ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. സാന്നിധ്യം അത്ഭുതം ചെയ്യുന്നു. ഈ ഹാളിൽ അത് സംഭവിക്കുന്നു. കുഞ്ഞെ, നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ദൂരെയുള്ള നിന്റെ ഭവനത്തിൽ അത് വിടുതലായി സംഭവിക്കട്ടെ. ഒരു വലിയ മഹത്വം, വലിയ മഹത്വം, വലിയ മഹത്വം, വലിയ മഹത്വം. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കരങ്ങളും സ്വർഗത്തേക്കൊന്ന് ഉയർത്തിയാട്ടെ. കർത്താവേ, നന്ദി പറഞ്ഞാട്ടെ. അപ്പൻ എനിക്ക് ചെയ്ത സകല നന്മകൾക്ക് നന്ദി. ഒപ്പം ഒന്ന് പറയുവാൻ കഴിയുമോ? കർത്താവേ, ഞാൻ ഈ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടലിന് നന്ദി യേശുവേ. ഒന്ന് പറഞ്ഞോ, ശബ്ദമുയർത്തി. സ്വർഗം കേൾക്കട്ടെ, എൻ്റെ യേശു കേൾക്കട്ടെ. കാരണം ഒറ്റപ്പെടലിൽ നിന്റെ കൂടെ കരയുന്ന, നെടുവീർപ്പിടുന്ന, തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫാത്ത എന്ന് പറയുന്ന, ചില വഴികൾ തുറക്കുമെന്ന് പറയുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങളൊന്ന് ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. നന്ദി കർത്താവേ, ആ വഴി അടഞ്ഞതിനായി നന്ദി, ആ രോഗം തന്നതിനായി നന്ദി കർത്താവേ. ഞാൻ ഇന്ന് പകൽക്കാല വേദനയോടെ വന്നത്, അതിനായി നന്ദി. കാരണം ദൈവ സാന്നിധ്യം അറിയുവാൻ ഇടയാക്കിയല്ലോ. ഓരോ ബാബ ഒറ്റപ്പെടലുകളുടെ മുന്നിൽ നന്ദി പറഞ്ഞാട്ടെ. നിന്ദിച്ചവർക്ക് നന്ദി പറഞ്ഞാട്ടെ. നിന്നെ ഒറ്റപ്പെടുത്തിയവർക്ക് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും നന്ദിയോടെ സ്തുതിച്ചാട്ടെ. കർത്താവേ നന്ദി, ഹൃദയത്തിൽ നിന്നും വരണം. ഹല്ലേലൂയ. കർത്താവേ നന്ദി. ഞാൻ ഈ അനുഭവിക്കുന്ന സകലതിനും നന്ദി കർത്താവേ. ഞാൻ ഈ വേദനിക്കുന്ന സകലതിനും നന്ദി കർത്താവേ. ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്പെഷ്യലാണല്ലോ. ഞാൻ എൻ്റെ യേശുവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളും ആണല്ലോ. അതിനാണല്ലോ കർത്താവേ എന്നെ കൂട്ടത്തിൽ നിന്നും മാറ്റിയത്, കൂടപ്പിറപ്പിൽ നിന്നും മാറ്റിയത്, അപ്പനെ അമ്മയിൽ നിന്നുമൊക്കെ മാറ്റിയത്, എന്നെ കൂട്ടത്തിൽ നിന്നും സഭയിൽ നിന്നും കൂട്ടുവിശ്വാസത്തിൽ നിന്നൊക്കെ മാറ്റി ഒറ്റപ്പെടുത്തിയത് എൻ്റെ ദൈവമാണല്ലോ. അതിന് ഞാൻ സന്തോഷിക്കുന്ന യേശുവേ. വിളിച്ചാട്ടെ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ആ ശബ്ദം സ്വർഗം കേൾക്കട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാ കരങ്ങളും ഉയർത്തി നന്ദിയോടെ. തിരുകരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ. തിരുകരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ
നൽകിയതാ. ഇസ്രായേലിൻ രാജാവേ, ചേർന്ന് പാടിയാട്ടെ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു. നന്മകൾ ഓർത്തിയിടുന്നു, നന്മകൾ ഓർത്തിടുന്നു. അത് ഓർത്ത് പാടിയാട്ടെ. ഇസ്രായേലിൻ, ഇസ്രായേൽ എൻ ദൈവമാം യഹോവേ, ഓ ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിടും. നന്ദിയോടെ യേശുവേ, നന്ദി നന്ദി യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മാനിച്ചുയർത്തി നടത്തിയ, മാനിച്ചുയർത്തിയെന്നെ സ്നേഹിച്ച ദൈവമേ, സ്നേഹിച്ച യേശുവേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയ അനുഭവിച്ചവരായി പാടുന്നതൊക്കെ, ഒറ്റപ്പെടുത്തിയവരുടെ മാനിച്ചുയർത്തിയെന്നെ സ്നേഹിച്ച ദൈവമേ, ഒരിക്കൽ കൂടെ യേശുവേ വിളിച്ച്, യേശുവേ, യേശുവേ, നന്ദി 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 നാഥാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. തിങ്ങുകയാ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ, എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയാ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ, ആത്മാവിലും സത്യത്തിലും നിത്യകാലം. കർത്താവറിയാതെ ഇല്ല ഒന്നൻ ജീവിതയാത്രയിൽ ചൊല്ലിടുവാൻ, നീറിടും വേദന വേളകളിൽ ആശ്വാസമേകി
പുലർത്തിയിടും താൻ.